വെൽക്കം ബാക്ക് ടു ദിൽസേ 90.8 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മെട്രോ മൊമെന്റ്സുമാണ്. നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം അശ്വതിയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ആസ് പ്രോമിസ്ഡ് ഈ ഒരു സമയം, ഈ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് മണി ടോക്സിന്റെ സമയമാണ്. വി ഡിസ്കസ് അബൌട്ട് മണി ആൻഡ് ഹൗ ടു മാനേജ് യുവർ മണി. ആൻഡ് ഓഫ് കോഴ്സ് ബർജിൽ ജിയോജിത് ഫൈനാൻഷ്യൽ സർവീസസിൽ നിന്നും നിജീഷ് സർ ആണ് നമ്മളെ ഇന്നും ജോയിൻ ചെയ്യുന്നത് മണി ടോക്സുമായിട്ട്. അദ്ദേഹം ഹി വർക്ക്സ് ആസ് എ സീനിയർ മാനേജർ ഓഫ് ബർജിൽ ജിയോജിത് ഫൈനാൻഷ്യൽ സർവീസസ്. വെൽക്കം ബാക്ക് സർ. താങ്ക് യു അശ്വതി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ആക്ച്വലി ഇന്നിപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷംസുദ്ദീൻ സർ വിൽ ബി ജോയിനിങ് എന്നുള്ള ഒരു മോഡിലാണ് പോകണ്ടായിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആള് നാട്ടിൽ നിന്നൊക്കെ വന്നതിന്റെ ഒരു ഹാങ് ഓവറിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ, ബിക്കോസ് ഓഫ് കോഴ്സ് നമ്മൾ എപ്പോഴും മണി ടോക്സിൽ നമ്മൾ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോഴും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്നും എപ്പോഴും സർ തന്നുകൊണ്ടേയിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സബ്ജക്റ്റും നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നേരത്തെ നമ്മുടെ ലിസണേഴ്സിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിനെ പറ്റിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണു, നമ്മുടെ ഒരു പെർട്ടിക്കുലർ സാലറി നമ്മൾ ഏൺ ചെയ്യുന്നു. പക്ഷേ ഇതിനെ പ്രോപ്പറായിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഈ ഒരു മണീനെ എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്ത് യൂസിന് വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് അതിനൊരു പ്രോപ്പർ പ്ലാനിങ് വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ സർ? അതെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ യൂട്യൂബ് ചാനൽസും മറ്റും കണ്ടിട്ട് അവർക്ക് അറിയാം. അതെ, എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം. നമുക്ക് ഏത് തരത്തിലുള്ള പ്ലാനിങ് ആണ് ബേസിക് ആയിട്ട് ഒരു ഫാമിലിക്ക് വേണ്ടത്. ആദ്യം തന്നെ നമുക്കൊരു സാലറി കിട്ടുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന എന്താണ് നമ്മളെ വരുമാനം എന്ന് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. എത്രയാണ് നമുക്ക് കിട്ടുന്നത്, അത് അനുസരിച്ച് വേണം ചിലവാക്കാനായിട്ട്. പല ആളുകളും ചെയ്യുന്നത് വരുമാനം അറിയാണ്ട് തന്നെ ചിലവ് തുടങ്ങും. അപ്പോൾ നമുക്ക് വേണ്ടത്, നമ്മളുടെ പ്ലാനിങ്ങിൽ വേണ്ടത് അത്യാവശ്യം, വളരെ അത്യാവശ്യം ആയിട്ടുള്ളത് നമുക്കറിയാം. എഡ്യൂക്കേഷൻ്റെത്, റെൻറ്റ്, നമ്മുടെ ബേസിക് കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത് എല്ലാം അത്യാവശ്യങ്ങൾ വരുന്നതാണ്. ഈ അത്യാവശ്യങ്ങൾക്ക് കംപ്ലീറ്റ് മാറ്റി വെച്ചിട്ട് ഉള്ളത് തുടങ്ങണം. അത് കഴിഞ്ഞിട്ടുള്ളൊരു പോർഷനാണ് നമുക്കിപ്പോൾ കുറച്ചും കൂടി ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ചിലപ്പോൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തതല്ല, എന്നാലും നമുക്ക് നടന്നു പോകാമെന്ന്. പക്ഷേ ജീവിതശൈലിക്ക് നമുക്ക് ആവശ്യമുണ്ട്. നമുക്കൊരു ഫാമിലി ആയിട്ട് ഔട്ടിങ്ങിന് പോകണം, സിനിമയ്ക്ക് പോകണം, കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് സാധനങ്ങൾ പിന്നെ അനാവശ്യങ്ങളുണ്ടാവും. ഈ അനാവശ്യങ്ങളാണ് പലപ്പോഴും നമുക്കൊരു ഫാമിലിനെ ഒരു കംപ്ലീറ്റ് സീറോ ആക്കി കളയാം. ചിലപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഓഫറുകൾ കാണും. അപ്പോൾ ഒരു 4 പാക്കറ്റിന്റെ സോപ്പോ അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഓഫർ മൊത്തം മേടിക്കും. ചിലപ്പോൾ നമുക്ക് ആവശ്യം ഈ മാസം 2 ആവശ്യമുള്ളൂ, ആ 2 വരെ നമ്മൾ 4 മുടക്കുന്നു. അങ്ങനെ പല എക്സ്പെൻസുകൾ അനാവശ്യമായിട്ട് വരും. ഷോർട്ട് ടേം ആയിട്ടുള്ള നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് ഫിനാൻഷ്യൽ ഫാമിലി പ്ലാനിങ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ അനാവശ്യങ്ങൾ കുറച്ചും കൂടി കൺട്രോൾ ചെയ്താൽ പലപ്പോഴും നമുക്ക് സേവിങ്സിലേക്കുള്ള പൈസ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് റെന്റും മറ്റു കാര്യങ്ങളും കഴിഞ്ഞിട്ട് ബാലൻസ് ഇല്ല എന്നുള്ളതാണ് പലരും കാണുന്നത്. പക്ഷേ ഇങ്ങനത്തെ അനാവശ്യങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഇവിടെയുള്ള പല ആളുകളും ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പം ആദ്യം ഒരു സാലറി ഉണ്ടായിരുന്നു, 10 വർഷം കഴിഞ്ഞിട്ടൊരു സാലറി വരുമ്പോൾ ഈ സാലറിക്ക് അനുസരിച്ചുള്ള എക്സ്പെൻസുകൾ അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എക്സ്പെൻസിൽ പോയി ഒരിക്കലും നമ്മൾ ഒരു സേവിങ്സിലേക്ക് എത്തില്ല. അതിനൊരു എമൗണ്ട് കണ്ടെത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകാതെ ഇതിലേക്ക് വരികയാണ്, ഈ എമൗണ്ട് നമ്മൾ സേവിങ്സിലേക്ക് കണ്ടെത്തണം. അതെങ്ങനെ ആയിക്കോട്ടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റാന്നുള്ളതാണ് നമ്മൾ അടുത്ത പ്ലാനിങ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് അതിപ്പം തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാമിലിക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ വൈഫിനോടൊക്കെ ഷെയർ ചെയ്യാതെ നമുക്ക് ഇത്ര സാലറി കിട്ടുമെന്ന് മാത്രമേ വൈഫിനെ അറിയുള്ളൂ. ഇയാൾക്ക് എത്ര എക്സ്പെൻസ് ഒന്നും അറിയില്ല, മറ്റു കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ വൈഫിനോടും പറയുക, കുട്ടികളോടും പറയുക, നമ്മുടെ എക്സ്പെൻസ് ഇത്രയാണ് അറിഞ്ഞിരിക്കട്ടെ, കുട്ടികളും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രയാണ്. അപ്പോൾ അവർക്കും അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അന്ന് എനിക്ക് തോന്നുന്നു ഷംസുദ്ദീൻ സാർ വന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ഒരു ആക്ച്വലി പറഞ്ഞ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് ഇൻകം മൈനസ് സേവിങ്സ് ഇസ് ഈക്വൽ ടു എക്സ്പെൻസസ് ആയിരിക്കണം അശ്വതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിച്ച് ഇസ് ആ ഒരു റൂളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവാം, പക്ഷേ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സേവിങ്സ് മാത്രമല്ല, നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്താണ് ഉദ്ദേശിക്കുന്നത്, 10 വർഷമോ 20 വർഷമോ അല്ലെങ്കിൽ 30 വർഷം കഴിഞ്ഞിട്ട് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കണം. അല്ലെങ്കിൽ എത്രമാത്രം സമ്പാദിച്ചു എന്നുള്ളതല്ല, സമ്പാദ്യത്തിന് ഉപരി നല്ല ആരോഗ്യം വേണം, നല്ല കയ്യിൽ പൈസ വേണം, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം. അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പോൾ അതിലേക്കുള്ള ഫസ്റ്റ് പരിപാടിയായിരിക്കണം നമ്മൾ സേവിങ്സിലേക്ക് പൈസ കണ്ടെത്താന്നുള്ളത്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ കറക്റ്റാണ് ഈ പറഞ്ഞ ഫോർമുലയ്ക്ക് കറക്റ്റാണ്. കാര്യമില്ല, നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ ഇത്ര രൂപ നമ്മുടെ മനസ്സാണ് പ്രധാനം. ഈ മനസ്സ് പ്രകാരം ഇത്ര രൂപ എനിക്ക് മാറ്റി വെക്കണം.
ആദ്യം ചിലപ്പോൾ ശരിക്കും കണക്ക് പ്രകാരം 30% നമ്മുടെ സാലറിയുടെ എമൗണ്ട് മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ചിലപ്പോൾ നമുക്ക് പല സാഹചര്യം കൊണ്ട് പറ്റില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 10% തുടങ്ങുക, ഗ്രാജുവലി ശമ്പളം കൂടുന്നതിനനുസരിച്ച് കൂട്ടുക. ഇതാണ് ഏറ്റവും ചെയ്യാവുന്ന പറ്റുന്നത്. ലൈക്ക് ബേസിക്കലി പറയാറുള്ളത് 30% ആണെങ്കിലും നമുക്ക് പറ്റുന്നത് 10% ആണെങ്കിൽ അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അതെ, അതൊരു തുടക്കമാണ്. ഹൈക്ക് ചെയ്യുമ്പോൾ നമുക്കനുസരിച്ചിട്ട് എമൗണ്ടും കൂട്ടണം. അത് SIP തന്നെയല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്കും ഇതുമാതിരി കൂട്ടി വരുമ്പോൾ നമുക്കൊരു എമൗണ്ടിലേക്ക് വരാൻ പറ്റും. അപ്പോൾ SIP ആണ് അതിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അതിപ്പോൾ SIP അല്ലെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ റെഗുലർ മാറ്റി വയ്ക്കാൻ പറ്റില്ലെങ്കിൽ ലംസമായിട്ട് ഇടാൻ പറ്റും, ഇത്ര സേവ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു സേവിങ്സ് കണ്ടെത്തുക, ആ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവുക, അതാണ് നമുക്ക് ആദ്യം പ്ലാനിങ്, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഇമ്പോർട്ടന്റ്, ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സർ, ഇപ്പോൾ ഇറ്റ്സ് ബീൻ എ വൈൽ ദാറ്റ് യു ബീൻ മാനേജിങ്, ഇതുപോലെ ഒരുപാട് പ്രൊഫൈൽസ്, കസ്റ്റമേഴ്സിന്റെ പ്രൊഫൈൽസ് കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആൾക്കാർ ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്താണ് സാർ? ഈ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ അധികമായിട്ടും കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക്, മേജർ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്തൊക്കെയാണ്? എല്ലാ ആളുകൾ പറയുന്നത് ചിലപ്പോൾ ഒരു സ്കൂൾ മാഷ, ഞാൻ പറയുന്നത് പണ്ടത്തെ കാലത്ത് തൊട്ടാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ മാഷിൻ്റെ മക്കളായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടുന്ന അത് കറക്റ്റ് പൈസ ആയിരിക്കും, അതിൽ ഇൻസെൻറ്റീവും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായില്ല വന്നാൽ കറക്റ്റ് അയാൾ ഏൺ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ചിലപ്പോൾ FD തന്നെയായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. FD തന്നെയാണെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം വന്നത് സേവ് ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ആ സേവ് ചെയ്ത് അയാളുടെ ഗോൾ അച്ചീവ് ചെയ്തു, കുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ചു, നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ചു വിട്ടു, അങ്ങനെ രീതിയിലൊക്കെ അയാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മക്കളുടെ കാര്യം പറയുമ്പോൾ ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. ചിലപ്പോൾ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനായിരിക്കും, പക്ഷെ അയാളും നല്ല രീതിയിൽ മകനെ പഠിപ്പിച്ച് നല്ല രീതിയിൽ ഉദ്യോഗമൊക്കെ അയാൾ കണ്ടെത്തി. അപ്പോൾ അയാളെ സംബന്ധിച്ച് അയാൾ ഗോൾ അച്ചീവ് ചെയ്തു, അവിടെ ചിലപ്പോൾ സമ്പാദിച്ചിട്ടുണ്ടാവില്ല, അയാളെ സംബന്ധിച്ച് ഗോൾ അച്ചീവ് ചെയ്തു. ഇനി മകൻ്റെ കടമയാണ് അല്ലെങ്കിൽ ഈ മക്കളുടെ കടമയാണ് അവർക്ക് കിട്ടുന്ന പൈസ ഇനി എങ്ങനെ സേവ് ചെയ്യുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ച് അതായിരുന്നു ബെസ്റ്റ്. ഇന്ന് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവർ ഇത്രയും പഠിപ്പിച്ച് വളർത്തിയ അവർ ഈ ബുദ്ധിപൂർവ്വം ഇതിനെ കൈകാര്യം ചെയ്യണം. ഇനി പൈസ എങ്ങനെ സേവ് ചെയ്യുന്നുള്ളത് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആയിട്ട് മുന്നോട്ട് പോകണം. അതാണ്. അപ്പോൾ ആ തലമുറയുടെ വ്യത്യാസങ്ങൾ, അപ്പോൾ ആ തലമുറയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അവർ ഏറ്റവും ബെസ്റ്റ് എന്ന് ചെയ്തു. അപ്പോൾ ഈ തലമുറയുടെ ബെസ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതാണ് നമ്മളുടെ കുട്ടികൾക്ക് ഇനി ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ മിസ്റ്റേക്കുകളല്ലാതെ അത് മിസ്റ്റേക്കുകൾ ക്യാരി ഫോർവേഡ് ചെയ്തു പോരാതെ പുതിയത് അപ്ഡേറ്റ് ചെയ്യുന്ന കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും. അത് ഇനി മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ വെറുതെ ഏതൊരു മ്യൂച്വൽ ഫണ്ട് അങ്ങ് തുടങ്ങും, ചിലപ്പോൾ ഒരു ഗോളില്ലാതെ അങ്ങ് തുടങ്ങും, കുറച്ച് ചെയ്യുമ്പോൾ എനിക്കൊന്ന് പഠിക്കാനാണെന്ന് പറയും. പക്ഷെ പഠിച്ചു വരുമ്പോഴത്തേനും അതിൻ്റെ മാർക്കറ്റിൻ്റെ സമയങ്ങളൊക്കെ കഴിയും. അപ്പോൾ നമുക്കൊരു വെൽ പ്ലാൻ ആയിട്ട് മാത്രം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മിസ്റ്റേക്ക് എന്നല്ല പറഞ്ഞ, മിസ്റ്റേക്ക് ആണെന്നുള്ളത് കുറച്ച് നമ്മൾ റിയലൈസ് ചെയ്യും. ഷംസു സാറൊക്കെ ഉള്ളൊരു ഗ്രൂപ്പിൽ ഞാൻ കണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇവിടെ ബിസിനസ് നടത്തി കുറച്ച് പരാജയപ്പെട്ടു. അദ്ദേഹം പിന്നെ ആരോ വിളിച്ചു കുറച്ച് ട്രേഡിങ്ങിലേക്ക് പൈസ ഇടാൻ പറഞ്ഞു. ഏതാണ്ട് 80,000 രൂപ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇട്ടു. അവസാനം 1 ലക്ഷം ദിർഹം കാണിച്ചു. അങ്ങനെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടെങ്കിൽ ഒരു സമയത്ത് അത് 1 ലക്ഷം മൈനസ് ആയിട്ട് കാണിക്കുന്നു. പിന്നെ കുറച്ച് എത്ര തന്നെ പൈസ ഇട്ടാൽ മാത്രമേ അയാൾക്ക് പൈസ കിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അത് ഒരിക്കലും നമ്മളെപ്പോലുള്ള ഇവിടെ ഈ പ്രത്യേകിച്ച് ഞാൻ ഇവിടെ മാത്രമല്ല നാട്ടിലും കാണുന്നുണ്ട് അങ്ങനത്തെ ട്രേഡിങ്സോ അല്ലെങ്കിൽ നമുക്ക് തരാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് ചീറ്റിങ്ങിൻ്റെ ഒരു തുടക്കമാണ്. അതിലേക്ക് കഴിവതും നമ്മൾ സേവിങ്സിലേക്ക് ആണ് പോകേണ്ടത്. എന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഗാംബ്ലിങ്ങിലേക്ക് അല്ല പോകേണ്ടത്. പ്രൊഡക്റ്റ് അറിയാതെ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇത് സ്വയം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരാൾ നമുക്ക് വെറുതെ പൈസ തരില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ചീറ്റിംഗ് ആണ്. പണ്ടത്തെ കാലം തൊട്ട് ആട് മാഞ്ചിയം തൊട്ടിട്ട് നമ്മൾ ഈ കാലഘട്ടം മറ്റ് കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. വാഗ്ദാനങ്ങൾ, നടക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പിക്കുക, അതിന്റെ പിന്നിൽ എന്തോ അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിൽ ശ്രദ്ധിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തവരെ കാണുന്നത് പ്രോപ്പറായിട്ടൊരു അലൊക്കേഷൻ ചിലപ്പോൾ അവർ ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എല്ലാം സ്മോൾ ക്യാപ്പിൽ മാത്രം, സ്മോൾ ക്യാപ്പിൽ എല്ലാം നല്ല റിട്ടേൺ ഒക്കെ ഉണ്ട്, പക്ഷെ എല്ലാം അങ്ങനെ ചെയ്യുന്നതിന് പകരം ഡൈവേഴ്സിഫൈഡ് ചെയ്യുക. കാരണം എപ്പോഴും മാർക്കറ്റ് സൈക്കിൾ അങ്ങനെ ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ സ്റ്റോക്ക് നമ്മൾ നേരിട്ട് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ആരോ എന്തോ പറയുന്നിട്ട് സ്റ്റോക്ക് മേടിക്കും. ആ കമ്പനീനെ കുറിച്ച് ഒന്നും പഠിക്കില്ല. അപ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന ലോസ് അയാളുടെ മാത്രം ലോസാണ്. പക്ഷെ അയാൾ 4 ആളോട് പറയും ഇത് എനിക്ക് നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ട കഥ മാത്രമേ ആളുകൾ അറിയുന്നുള്ളൂ, കിട്ടിയ കഥകൾ പലപ്പോഴും അറിയാറില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എഗെയിൻ ഞാൻ പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ്
എവിടെയാണെന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഏത് കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാലകാലങ്ങളിൽ അതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് സ്മോൾ ക്യാപ്പിലുള്ള കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ തന്നെ ഫിനാൻഷ്യൽ ഇതുണ്ടല്ലോ, നമ്മൾ ഇയർലി വരുന്ന ഡാറ്റാസ് വരുന്നത് ചിലപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാം, നമുക്കറിയില്ല. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും നല്ല കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. നല്ല കമ്പനികൾ അങ്ങനത്തെ ആക്ടിവിറ്റീസ് കുറവായിരിക്കും, ഓഡിറ്റിംഗും ക്ലിയർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. മ്യൂച്വൽ ഫണ്ട് ഇത് പഠിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ റിസ്ക് എടുത്തുള്ള ചില കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ത്രൂ വഴി ചെയ്യാം. അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് കുറേ ആളുകൾ ഇങ്ങനെ കാണിച്ചു മിസ്റ്റേക്ക് ആണ്. ചെറിയൊരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആൻഡ് മേ ബി നമുക്ക് കിട്ടുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത് ചിലപ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് ചിലപ്പോൾ അത് കുറവായിരിക്കാം. പക്ഷെ വേറൊരാളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ അത് അവർക്ക് അതൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സിനാരിയോ വരാറുണ്ടോ എപ്പോഴെങ്കിലും ആയിട്ട്? തീർച്ചയായും. ഇന്ന് ഇട്ടിട്ട് ഇപ്പോൾ ഇരട്ടിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അത് ഇരട്ടിക്കുന്ന കമ്പനിയുടെ പെർഫോമൻസ് അനുസരിച്ചായിട്ട്. അപ്പോൾ അശ്വതി ഒരു സ്റ്റോക്ക് മേടിച്ചു കഴിഞ്ഞാൽ അത് സ്മോൾ ആയിക്കോട്ടെ ലാർജ് ആയിക്കോട്ടെ ഏത് കമ്പനി ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു സഡൻ ക്രാഷോ എന്തെങ്കിലും വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് ചിലപ്പോൾ പർട്ടിക്കുലർ സ്റ്റോക്കിൽ മാത്രമായിരിക്കും കറക്റ്റ് വരുന്നത്, ചിലപ്പോൾ എൻ്റെ മാർക്കറ്റിൽ കറക്ഷൻ വരാം. അപ്പോൾ ഈ സമയത്ത് എങ്ങനെ നിങ്ങൾ ആക്ട് ചെയ്യുന്നു? അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ഇടരുത്. പൈസ മാറ്റിവെക്കുന്ന പൈസ ആയിരിക്കണം എന്നും പറയുന്ന മാതിരി തന്നെ ഒപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ എൻ്റെ 50% മാത്രമേ പൂർണ്ണമായിട്ട് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സർപ്ലസ് പൈസ നമ്മുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നല്ല കമ്പനിയാണെങ്കിൽ നമുക്കത് മേടിച്ച് ആവറേജ് ചെയ്യണം. ആവറേജ് ചെയ്യുന്ന ആൾക്ക് മാത്രമാണ് മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ പ്രോഫിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം അയാളുടെ ആവറേജ് കോസ്റ്റ് കഴിഞ്ഞു. ഇവിടെ തീരെ പൈസ ഇല്ലാത്ത ഒരാളെ കേസാണെങ്കിൽ അയാൾക്ക് തിരിച്ചു വരുമ്പോൾ ജസ്റ്റ് ക്യാപിറ്റൽ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതിന് ആൻസറായി രണ്ടുപേർക്കും രണ്ട് റിട്ടേൺ ആണ്. അതാണ് അതിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേ റിട്ടേൺ ആയിരിക്കില്ല. ടൈമിലെ ആക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ചില കേസുകളും കാണാം. അപ്പോൾ അയാൾ സംബന്ധിച്ച് അതാണ് ഞാൻ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്, വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തു, എവിടെയെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ഉണ്ടോ? ഇറ്റ്സ് എ പോയിന്റ്, ഓക്കെ ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ ഈ ഡിസിഷൻ മേക്കിങ്ങിന് റിവ്യൂ ചെയ്യേണ്ട ഒരു പെർട്ടിക്കുലർ സമയം എന്ന് പറയാനുണ്ടോ? അതായത് ഈ ഒരു സമയത്ത് ഈ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്തെങ്കിലും നിങ്ങൾ കൺസിഡർ ചെയ്യണം നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് റൈറ്റ് ആയിട്ടുള്ള വേയിലാണ് പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്തായിരിക്കും പറയാം? തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഓരോ പ്രോഡക്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ എവറി ഇയർ നിങ്ങളുടെ ഫിനാൻഷ്യൽ അസറ്റുകൾ അസസ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം പൈസ നിങ്ങളെയാണ്, ആര് മാനേജ് ചെയ്യുന്നു എന്നുള്ളതല്ല. പൈസ നമ്മുടെ ഹാർഡ് ആൻഡ് മണിയാണ്. അതിപ്പോൾ റിയൽ എസ്റ്റേറ്റിലാണെങ്കിലും ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ആളുകൾ പറയുക ലേക്ക് വ്യൂ ഉള്ള സ്ഥലങ്ങളാണ് മേടിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് പാലിവേൽ എൻ്റെ ഒരു കസ്റ്റമർ ഇങ്ങനെ കംപ്ലീറ്റ് ലേക്ക് വ്യൂ ഉള്ള സ്ഥലങ്ങൾ മാത്രം മേടിച്ച ഒരാളുണ്ട്. അന്ന് നല്ല റിട്ടേൺ ഉണ്ട്, നല്ലതുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വേറൊരാൾ SIP അദ്ദേഹം കുറേ ക്ലയൻസിനെ അന്ന് കൊണ്ടുവരും. അപ്പോൾ എന്ന് വരുമ്പോൾ ഇദ്ദേഹം കൂടെ ഉണ്ടാവും. അത് വന്നിട്ട് എൻ്റെ കൂടെ വന്നിട്ട് നെഗറ്റീവ് പറയും, കാരണം ഈ റിയൽ എസ്റ്റേറ്റിൽ ഇത്ര കിട്ടി. ഞാൻ പറഞ്ഞാൽ ശരിയാണ്. ഒരു 10 പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് കിട്ടിയ എനിക്ക് മനസ്സിലായി, പക്ഷേ ഇയാളെ നിരുത്സാഹപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾ പുറത്തിരിക്കുക, അവിടെ നിന്നിട്ട് കേൾക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണാമെന്ന് പറയും. ഇതൊരു 15 വർഷം കഴിഞ്ഞിട്ട് 2023 ഇതിൻ്റെ മകളുടെ കല്യാണം ആവശ്യം വന്നു. ഇൻവെസ്റ്റ് ചെയ്ത സ്ഥലത്തിന്റെ ജിയോഗ്രഫിക്കൽ ഇത് മാറി. കാരണം ഫ്ലഡ് വന്നതിന് ശേഷം ലേക്ക് വ്യൂവിനൊന്നും വലിയ വാല്യൂ ഇല്ലാണ്ടായി. അപ്പോൾ അവിടെ ത്രെട്ടായി. അപ്പോൾ അന്നത്തെ വാല്യൂവിൽ നിന്ന് ഇയാൾ കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ലിക്വിഡിറ്റി ഇല്ല ആ സമയത്ത്. അപ്പൊ അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടത് ഈ വന്ന കൂട്ടുകാരുടെ ഇട്ട SIP ആയിട്ട് ചെയ്ത പൈസയാണ്. ഇവര് റിഡീം ചെയ്തിട്ടാണ് കല്യാണം നടന്നത്. ഇനി എന്റെ പേഴ്സണൽ അനുഭവങ്ങളാണ്. അപ്പൊ ഇയാളെ ചെയ്താൽ യാതൊരു തെറ്റില്ല, എല്ലാം ഒരേ ബാസ്ക്കറ്റിൽ ഇടായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും എല്ലാ സ്ഥലങ്ങൾക്കും ഓരോ സമയത്ത് നമ്മൾ അസസ് ചെയ്യണം. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട് നല്ല രീതിയിൽ തന്നെ പോകണമെന്നില്ല. ചിലപ്പോൾ ചില ഫണ്ട് മാനേജറുടെ പാളിച്ചകൾ ചിലപ്പോൾ സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ലോങ് ടൈം വെക്കേണ്ട കാര്യമൊന്നുമില്ല, സ്വിച്ച് ചെയ്ത് മാറ്റാം വേറെ സ്കീമിലേക്ക്. പക്ഷെ അതെന്താണ്, അത് കൂടുതൽ നമുക്ക് വേഗം തരും നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ. നമ്മൾ അച്ചീവ് ചെയ്യണോണ്ടോ നമ്മൾ നോക്കണം. അതായത് ഞാൻ ഈ പറയാൻ കാരണം വെച്ചാൽ ലാർജ് ക്യാപ്പ് ഇൻവെസ്റ്റ്മെന്റ് ഫോർ എക്സാമ്പിൾ കഴിഞ്ഞൊരു 3 വർഷം നോക്കുകയാണെങ്കിൽ തീരെ കയറിയിട്ടില്ല. പക്ഷെ ഒരു 12% റിട്ടേൺ വന്നിട്ടുള്ളൂ. ആളുകളുടെ മനസ്സിൽ ചിന്ത 12% വളരെ കുറവാണ്. കാരണം അവർ കാണുന്നത് 23-25% റിട്ടേൺ ആണ്. ഞാൻ ഇവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 12-15 ആണ് യഥാർത്ഥ റിട്ടേൺ. ഇപ്പൊ കിട്ടുന്നത് വെച്ചാൽ ഇക്കണോമിയുടെ ഗ്രോത്ത് ആണ്, അത് എന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ 12-15 സ്റ്റേബിൾ ഗ്രോത്ത് ആണ്. അപ്പൊ അത് എന്നുള്ള പക്ഷെ അയാൾക്ക് വേണമെങ്കിൽ എല്ലാം ഒന്നിലിടണേന് പകരം അസസ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിടാം. അപ്പൊ ഇപ്പൊ ഞാൻ പറയാറുണ്ട്, ഈ അടുത്ത കാലത്ത് പറഞ്ഞ ലാർജ് ക്യാപ്പ് മാത്രം ചെയ്യുന്നവരും ലാർജും മിഡും കൂടി ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പൊ കാലകാലം അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ എവരി വീക്ക് അല്ലെങ്കിൽ ഒരു മന്ത് നമ്മൾ ഡെയിലി അല്ല, ഡെയിലി ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. വീക്കിലി അല്ലെങ്കിൽ ഒരു മന്ത്ലി അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ 6 months കൂടുമ്പോൾ നിങ്ങൾ മോണിറ്റർ ചെയ്തിരിക്കണം ഈ കമ്പനികൾ എങ്ങനെയാണ് പോകുന്നത്. എത്ര നല്ല കമ്പനിയാണെങ്കിലും അതിന് എന്തൊക്കെയാണ് ഇമ്പാക്ട് ഉണ്ടെന്ന് നമുക്കറിയില്ല.
ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ന്യൂസുകൾ മതി. ഒരു ഫാർമ കമ്പനിക്ക് അവരൊരു വാക്സിൻ പരാജയപ്പെട്ടാൽ മതി, അതെല്ലാം അങ്ങനെ പല പല റീസൺസ്. അപ്പോൾ ഓരോ റീസൺസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഓരോ അസറ്റിനും. ഇനി ഗോൾഡ് നമ്മൾ ഈ പറഞ്ഞ മാതിരി മേടിച്ച് ഗോൾഡിൻ്റെ റിസ്ക് എന്ന് വെച്ചാൽ നമ്മൾ മേടിച്ച് കൂട്ടുമ്പോൾ റിസ്ക് മാത്രമാണ്. ഇത് എവിടെ ഹാൻഡിൽ എവിടെ കൊണ്ടുവയ്ക്കും, ലോക്കറിലാണെങ്കിൽ ഇതിനൊക്കെ ഒരു സെക്യൂരിറ്റി വേണ്ടി, ആ സേഫ്റ്റി സെക്യൂരിറ്റി. അപ്പോൾ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ത്രെട്ട് ഉണ്ട് അതിന്. അപ്പോൾ അതും നമ്മൾ എല്ലാ അസറ്റും നമ്മൾ നമ്മുടെ ഹാർഡ് ആൻഡ് മണി ആയതുകൊണ്ട് തന്നെ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള, ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് മീ ആസ് എ ന്യൂ ഇൻവെസ്റ്റർ എന്തൊക്കെ കാര്യങ്ങൾ ബേസിക് ആയിട്ട് നോക്കേണ്ടതുണ്ടെന്നാണ് ആൾ ചോദിക്കുന്നത്. അത് ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ്. അയാളുടെ റിസ്ക് അറിഞ്ഞിട്ട് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതുമാതിരി അയാൾ എവിടേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്, ഇപ്പോൾ ഇതിൽ മാത്രമാണോ ഇൻവെസ്റ്റ്, അതനുസരിച്ചിട്ടാണ് നമുക്ക് അസറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്ത്. ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെൻറ്റ് കാര്യമായിരിക്കും, ഗോൾ ഉണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് മാത്രമാണെങ്കിൽ നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ അദ്ദേഹം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഫണ്ടിൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ നമ്മളത് കണ്ട് തന്നെ നേരിട്ട് സംസാരിക്കണം. ഓരോരുത്തർക്കും ഇൻഡിവിജ്വലാണ്. ഞാൻ എപ്പോഴും ഡൈവേഴ്സിഫൈഡ് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കണ്ണടച്ച് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയും. ഓക്കെ. ഹാവ് യു എവർ എൻകൗണ്ടേർഡ് സംവൺ ഹു വാസ് ലൈക്ക് ഓക്കെ എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഇതുപോലെ SAP-യിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും വലിയ ധാരണയില്ല, പക്ഷേ ദേ ഹാവ് ജസ്റ്റ് കം ടു ബർജിൽ ജിയോജിത്ത് ആൻഡ് ആസ്കിങ് യു ലൈക്ക് ഞാൻ എവിടെ തുടങ്ങണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെ നിങ്ങൾ എങ്ങനെയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്? ബിക്കോസ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം പേര് ആൾക്കാരാണെങ്കിലും അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ UAE ഒരു കേസ് എടുത്ത് നോക്കണം, ഒരു ആവറേജ് ചിലപ്പം ഒരു 3500-400 ദിറംസൊക്കെ സാലറി, 4000 ദിറംസൊക്കെ സാലറി വാങ്ങുന്ന ഒരു ആളായിരിക്കണം ഇപ്പോൾ ചിലപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കാം, ജസ്റ്റ് ടു കൺസിഡർ. അപ്പം ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ നാട്ടിലേക്കുള്ള ചിലവ്, ഇവിടുത്തെ സ്പെൻഡിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും സേവിങ് എന്ന നിലയിൽ അവർ കയ്യിൽ വെക്കുന്നുണ്ടാവുക. നൗ ഇറ്റ്സ് ലൈക്ക് എപ്പോഴും ഞാൻ സാറിനോട് പറഞ്ഞത് പോലെ ഇത് അവരുടെ ഹാർഡ് ഏൺ മണിയാണ്. അത് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ഒരാൾ സാറിലേക്ക് എത്തുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയാണ്, അവരെ എങ്ങനെയാണ് നിങ്ങൾ ഇനീഷ്യൽ ഒരു ഗൈഡൻസ് കൊടുക്കുക? കഴിഞ്ഞാൽ ആദ്യം ചോദിക്കേണ്ടത് എത്ര നാളത്തേക്ക് നിങ്ങൾക്ക് ഇത് പൈസ കീപ്പ് ചെയ്യാൻ പറ്റും, ഹൗ ലോങ് യു ആർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാർക്കറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. SAP എന്ന് പറഞ്ഞാൽ വെരി ലോങ് ടൈം ആണ്. അങ്ങനെയൊന്നുമില്ല. SAP എന്ന് പറഞ്ഞാൽ 3 ഇയർ കഴിഞ്ഞാൽ നമുക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ എടുക്കാം, നിങ്ങളുടെ ആവശ്യമായിരിക്കും പ്രാധാന്യം. പക്ഷേ എപ്പോഴും ആവശ്യങ്ങൾക്കനുസരിച്ച് എടുത്തു പോയാൽ നമ്മൾ ലോങ് ടൈം ഗോൾ അച്ചീവ് ചെയ്യില്ല. അപ്പോൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ മാതിരി തന്നെ ഓരോ SAP തുടങ്ങുമ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ പോവാം. അപ്പോൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് പ്ലാൻ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ സർ. പ്രത്യേകിച്ച് അതായത് അത് ഞാൻ പറഞ്ഞില്ല, ഈ വരുമാനത്തിൽ നിന്ന് എത്ര എക്സ്പെൻസ് മീറ്റ് ചെയ്യണം എന്നുള്ളത് SAP ആണെങ്കിൽ ഫിക്സഡ് ആയിരിക്കണം. കാരണം ഓരോ മാസം അദ്ദേഹത്തിന്റെ ബാങ്കിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് വഴിയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇത്ര എമൗണ്ട് ഓട്ടോ ഡെബിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കൂട്ടാനോ ഇൻ ബിറ്റ്വീൻ അത് കുറയ്ക്കാനോ പറ്റില്ല. അപ്പം അത് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്യേണ്ടത് എത്ര എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും മാസം ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അത് തീരുമാനിക്കുക. ഇനി അതല്ല ലംസം എമൗണ്ട് ആണെങ്കിൽ അപ്പോൾ നമ്മൾ വിചാരിക്കുക എത്ര നാളത്തേക്കാണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ പിന്നെ നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ആദ്യം തന്നെ അറിയേണ്ടതായിട്ടുള്ളത് ഓക്കെ നമ്മളിപ്പോൾ ഓക്കെ ഞാൻ ഡിസൈഡ് ചെയ്തു ഇത്ര എമൗണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 1000 ദിറംസ് വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് അല്ലെങ്കിൽ 2000 ദിറംസ് വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പക്ഷെ എന്നാലും അവിടെയും നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു കൺസേൺ അതാണ്, ഇവിടെ എന്തൊക്കെ റിസ്ക് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യേണ്ടത്? അസറ്റ് എന്താണ്, അതിൻ്റെ റിസ്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എവിടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുള്ളത് ഓരോ ഇൻവെസ്റ്ററും അത് എവിടെയാണെന്നെങ്കിലും അറിഞ്ഞിരിക്കുന്നതും പിന്നെയും അടിവരയിട്ട് പറയാൻ കാരണം വെച്ചാൽ അത് അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്, SIP ആണെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിലാണ് SIP ചെയ്യേണ്ടത്. ഒരു ലംസം എമൗണ്ട് ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ ആവശ്യങ്ങളനുസരിച്ച് ചിലപ്പോൾ റിസ്ക് കുറഞ്ഞ ഫണ്ടാവണം എന്നുണ്ടെങ്കിൽ പല ടൈപ്പുള്ള ഫണ്ടുകളുണ്ട്. മ്യൂച്വൽ ഫണ്ടിന് പല പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് സംസാരിക്കുക. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമ്മളിപ്പോൾ ഈ പ്ലാൻ ചെയ്തതിന് ശേഷം നമ്മൾ തീരുമാനിക്കണം നാളത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്നതായിട്ട് മേ ബി പുതിയതായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബർജിൽ ജിയോജിത്ത് ഫൈനാൻഷ്യൽ സർവീസസ് വഴി ഞാൻ ഡിസൈഡ് ചെയ്യുവാണ് ഐ വോണ്ട് ടു ഡു അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇനി മ്യൂച്വൽ ഫണ്ട്സിൽ, അവർ ചെയ്യേണ്ട ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? പ്ലാൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ തുടങ്ങേണ്ടത് പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, നമ്മൾ ഏത് ബാങ്കിൽ നിന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ഇപ്പോഴും പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് 10 വർഷത്തിന് ശേഷം എന്നോട് ചോദിക്കും സാർ ഈ പൈസ നമ്മൾ NRI അക്കൗണ്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കും. ആ ഒരു സംശയമുണ്ട് ആളുകൾക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങുന്ന ആളുകൾ ചോദിക്കും സാർ ഇത് എൻ്റെ NRI അക്കൗണ്ടിൽ നിന്നാണ് തരുന്നുള്ളത്. അപ്പോൾ NRI അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് അല്ല, നമ്മുടെ സ്റ്റാറ്റസ് ആണ് NRI എന്ന് പറഞ്ഞത്. NRIക്ക്
2 അക്കൗണ്ടുകളാണ്. ഒന്ന് NREയും ഒന്ന് NROയും. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന പൈസയാണെങ്കിൽ നമ്മൾ NRE തന്നെ ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവാം. അപ്പോൾ എന്താണ്, നമുക്ക് ഇൻവെസ്റ്റ്മെന്റിൽ എത്ര ഗ്രോ ചെയ്ത് കിട്ടുന്ന എമൗണ്ടും നമുക്ക് NRE അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യും, തിരിച്ച് ആ ബാങ്കിലേക്ക് തന്നെ തിരിച്ചു വരും. അത് NRO നാട്ടിൽ നിന്ന് തുടങ്ങാവുന്നതാണ്, നാട്ടിലത്തെ അക്കൗണ്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് നാട്ടിലത്തെ പൈസ ഇടാം, ഇവിടുത്തെ പൈസ ഇടാം. അത് NRO അതാകുമ്പോൾ ആ അക്കൗണ്ടിലാണ് വരാം. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഇവിടേക്ക് തിരിച്ച് റീപാർട്ടിയേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ NRE അക്കൗണ്ടിൽ നിന്ന് തിരിച്ചും കൂടി കൊണ്ടുവരാവുന്നുള്ളൂ, NRE. അപ്പോൾ ആ കാര്യങ്ങൾ ആദ്യം നോക്കണം. എവിടെ നിന്നാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, പൈസ ഇവിടെ നിന്നാണോ, ഇവിടെ നിന്ന് തന്നെയാണ് NRE എന്ന് ചെയ്യുക. പിന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള KYC മറ്റു കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മുന്നോട്ട് പോകാനാണ്. റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഉണ്ടോ ഇതിനകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലുണ്ട്, പിന്നെ പല റിട്ടയർമെന്റ് പ്ലാൻസ് ഉണ്ട്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ഈ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ലോങ് ടൈം വ്യൂവിൽ ഒരു കോടി ഉണ്ടാക്കുന്ന ഒരു വിദ്യ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. ആ 1 കോടി ഉണ്ടാക്കി കഴിഞ്ഞാൽ റിട്ടയർമെന്റ് പ്ലാൻ നിങ്ങൾ അച്ചീവ് ചെയ്തെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ 1 കോടി തന്നെ ആവണമെന്നില്ല, ഒരാൾക്ക് എത്ര വേണേലും മാക്സിമം അച്ചീവ് ചെയ്യാം. ഒരു നമ്മൾ അയച്ചു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് വിഡ്രോവലായിട്ട് നമ്മൾ ഓരോ മാസം എടുക്കുക. അപ്പോൾ ഒരു 10% അതിന് ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു 10% നമ്മൾ വിഡ്രോ ചെയ്ത് വരികയാണെങ്കിൽ 10% അല്ല അതിൽ കൂടുതൽ ഉണ്ടാവും നമുക്കറിയാം. എന്നാൽ 10% ഉണ്ടെങ്കിൽ അത് മതി നമ്മളുടെ എക്സ്പെൻസ് കവർ ചെയ്യാന്നുണ്ടെങ്കിൽ അത് റിട്ടയർമെന്റ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പം ഇത് എങ്ങനെ നമ്മൾ ഇതിലേക്ക് എത്തും എന്നുള്ളതാണ്. അതിന് പല ഓപ്ഷൻസ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, റിട്ടയർമെന്റ് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുക. അതുമാതിരി തന്നെ റിട്ടേണും കൂടുതൽ ഉണ്ടാവുക. കാരണം നമുക്ക് എല്ലാ ഇൻഫ്ലേഷനെയും ബീറ്റ് ചെയ്തിട്ടുള്ള റിട്ടേണും കിട്ടും, നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പ്ലീസ് ടെൽ മീ ന്യൂ 6 SIPs ഒരു പുതിയ ഇൻവെസ്റ്ററിന് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും പുതിയ ടോപ്പിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇനി ന്യൂ 6 SIPs ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതെ, SIP അതിന് ചോദിക്കുന്ന സ്കീമുകളുടെ പേരായിരിക്കും. അതിനോട് പേഴ്സണലായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പറയാമെന്ന് പറയാം. ഇത് കൂടെ നമുക്ക് കമ്പനികളുടെ പേരുകൾ അങ്ങനെ അധികം പറയാൻ എനിക്ക് താല്പര്യം കുറവുണ്ട്. ഷുവർ. അപ്പം റാഷി അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് സാറിനോട് റാഷിക്ക് തന്നെ ഡയറക്റ്റ്ലി സംസാരിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇനിയും കൂടുതൽ കൺഫ്യൂഷൻസ് അല്ല. നിങ്ങൾ ഇനിയിപ്പം വെർജിൽ ജിയോജിത്ത് ഫൈനാൻഷ്യൽ സർവീസസ് വഴി ഇനിയിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ, മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ യു ക്യാൻ ഓൾവേസ് റീച്ച് ഔട്ട് ടു നിജീഷ് സർ. നിജീഷ് സർ നിങ്ങളെ കംപ്ലീറ്റ്ലി ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒന്ന് ബേസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളെ ഒന്ന് ചോദിച്ചോട്ടെ സർ. ഇപ്പം നമ്മുടെ വെർജിൽ ജിയോജിത്ത് ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ നിങ്ങളുടെ സർവീസസ് ഇപ്പം ദുബായിൽ UAE എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് ദുബായിൽ നമ്മൾ ബാങ്ക് സ്ട്രീറ്റിലാണ് നമ്മൾ കോർപ്പറേറ്റ് ഓഫീസ്. പിന്നെ ഷാർജയിൽ, അബുദാബിയിലായിട്ടുണ്ട്. അപ്പം ഇപ്പോൾ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിപ്പോൾ സാറിൻ്റെ ഫോൺ നമ്പർ ഇപ്പോൾ ഷെയർ ചെയ്യുന്നതാണ്. ഓഫ് കോഴ്സ് അതല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോന്ന് ദേ കൻ ജസ്റ്റ് വാക്ക് ഇൻ ടു ദ ഓഫീസ്? എപ്പോഴും വിളിച്ചിട്ട് നമ്മളെ അപ്പോയിന്റ്മെന്റ് എടുത്ത് വരുന്നതായിരിക്കും നല്ലത്. കാരണം അദ്ദേഹത്തിന് വരുന്ന ആൾക്കും കൺവീനിയന്റ് ആയിരിക്കും, നമുക്ക് കൺവീനിയന്റ് ആയിരിക്കും സംസാരിക്കാനായിട്ട്. പെർഫെക്റ്റ്. അപ്പോൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ ഓൾറെഡി പ്രിപ്പയർ ആയിട്ട് എന്തെങ്കിലും ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടോ? അദ്ദേഹത്തിന് ബേസിക് ആയിട്ടുള്ള നമ്മൾ സംസാരിക്കുന്ന ഡോക്യുമെന്റ്സ് അല്ല, KYC ഡോക്യുമെന്റ് ആണ് ആവശ്യമുള്ളത്. അത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ പാസ്പോർട്ട് നമ്മളെന്നും സംസാരിക്കാൻ മാറി പാസ്പോർട്ട് കോപ്പിയും മറ്റ് കാര്യങ്ങളും. അതുപോലെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. ഓഫ് കോഴ്സ് റാഷി ചോദിച്ച ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിനൊക്കെ ഉള്ള ഇൻഫർമേഷൻ അവർക്ക് പേഴ്സണലി നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിജീഷ് സാറിനെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി റീച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. 0506405830 എന്നതാണ് സാറിന് നമ്പർ. കറക്റ്റ്. അപ്പോൾ ഈ നമ്പറിലൂടെ സാറിന് റീച്ച് ചെയ്യാം. അതല്ല ഇപ്പം നിങ്ങൾക്ക് ഡ്രൈവൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ട് നോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നോ വറീസ്. നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പർ അറിയാമല്ലോ, 0427119008 എന്നതാണ് ഞങ്ങളുടെ നമ്പർ. എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസും എല്ലാ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ സംസാരിച്ച് ഇത് ഇപ്പോൾ ലൈവായിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് യു ക്യാൻ സീ ദ റെക്കോർഡഡ് വേർഷൻ ഓൺ അവർ സോഷ്യൽ മീഡിയ പേജസ് ആസ് വെൽ. അപ്പോൾ എന്തായാലും നിജീഷ് സർ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ ടുഡേ. ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്താണ്, എവിടെ നിന്നും തുടങ്ങണം, ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്ററിന് അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിത്ത് എന്താ പറയുക എക്സാമ്പിളോടുകൂടെയാണ് സാർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് യു ആർ ദ വൺ ഹു ഈസ് മീറ്റിംഗ് ലൈക്ക് ലോഡ് ഓഫ് ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹങ്ങളുമായിട്ട് വരുന്ന ഒരുപാട് പേരെ സാറാണ് ഡയറക്റ്റ്ലി കാണുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വേണ്ടി ഇപ്പം ലാസ്റ്റായിട്ട് എന്താ പറയാനുള്ളത്? പണക്കാരായിട്ടുള്ള നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഒന്നും ജനിച്ച പണക്കാരല്ലായിരുന്നു.
നമുക്കറിയാം എല്ലാം മിഡിൽ ക്ലാസ്സോ അല്ല ലെവലിലുള്ള ആൾക്കാരാണ്. പക്ഷെ അവരെ വർക്ക് ചെയ്യാൻ നമ്മൾ എന്താണോ വർക്ക് ചെയ്യുന്നത് ആ വർക്കിൽ പ്രോപ്പറായിട്ട് ചെയ്യുക, ആ റിസൾട്ട് നമുക്ക് ഗെയിൻ ചെയ്യും. ആ റിസൾട്ടിൽ നിന്ന് ഒരു ഇൻകം മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, മാക്സിമം ഇൻകം ഉണ്ടാക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം സേവ് ചെയ്യുക. ആ സേവിങ്സിൽ കൂടെ നമുക്ക് ഏറ്റവും നല്ല പണക്കാരനാവാൻ പറ്റും. ഇതാണ് ഇതിന് കുറുക്കുവഴികളില്ല. ആ കുറുക്കുവഴികൾ സ്വീകരിക്കരുത്. നമ്മുടെ വർക്ക് എന്താണോ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അതുമാതിരി തന്നെ നമ്മൾ ഈ ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു വർക്കായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു 45 വയസ്സിന് ഫിനാൻഷ്യൽ ഫ്രീഡം ആയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്ക് പിന്നെ ചെയ്യാം, അതും ചെയ്യാം. ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുക, പ്രോപ്പർ ഫൈനാൻഷ്യൽ ഫ്രീഡം. അതാണ് ഇന്നത്തെ നമ്മുടെ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ മേക്ക് ഷുവർ യു ആർ സെൻഡിങ് മീ എ മെസ്സേജ്. എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ കീപ് ഓൺ ലിസണിംഗ് ടു ദിൽസേ 90.8 FM. നിങ്ങളോടൊപ്പം മണി ടോക്സുമായിട്ട് കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം അശ്വതിയും അതേപോലെ തന്നെ നജീർ സർ ഫ്രം ബർജീൽ ജിയോജിത്ത് ഫൈനാൻഷ്യൽ സർവീസസ്.